നമസ്കാരം. ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിൽ സൗജന്യമായി താമസിച്ചിട്ടും വീട്ടുവാടക അലവൻസ് അനധികൃതമായി കൈപ്പറ്റിയ പോലീസ് ഓഫീസറെ ഡിവൈഎസ്പി സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമം പുതിയ വിവാദങ്ങൾക്ക് വാതിൽ തുറക്കുന്നു. സമ്പൂർണ്ണമായി സൗജന്യമായ താമസ സൗകര്യം ലഭിച്ചിരുന്നതിനിടെ ഈ ഉദ്യോഗസ്ഥൻ 6 വർഷക്കാലമായി 2 ലക്ഷത്തിലധികം രൂപ വ്യാജമായി വീട്ടുവാടകയായി നേടിയെന്നാണ് പരാതി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ SHO പ്രേമാനന്ദ കൃഷ്ണനാണ് സ്ഥാനക്കയറ്റം നൽകാൻ ഒരുങ്ങുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ആഭ്യന്തര വകുപ്പിന് ലഭിച്ച പരാതിയിൽ അഡീഷണൽ SP ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഏകദേശം 25 മാസത്തോളം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നിട്ടും സ്വന്തം താമസ വീട് കാണിച്ച് ഹൗസ് റെന്റിന് അപേക്ഷ നൽകിയതായും അധികൃതർ പറയുന്നു. സർക്കാരിന്റെ പ്രമേയപ്രകാരം സർക്കാർ സൗജന്യ താമസ സൗകര്യം ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വീട്ടുവാടക അലവൻസ് ലഭ്യമല്ല. എന്നാൽ ഈ നിയമം മറികടന്നാണ് ഓഫീസർ തുക കൈപ്പറ്റിയതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. 2018 ഡിസംബർ മുതൽ 2024 ജനുവരി വരെയുള്ള 6 വർഷത്തോളം വീട്ടുവാടക ബത്ത ഇനത്തിൽ 2,05,693 രൂപ പ്രേമാനന്ദ കൃഷ്ണൻ സർക്കാരിനെ കബളിപ്പിച്ച് വാങ്ങി. പണം കൈപ്പറ്റിയതായി തൃശൂർ സിറ്റി പോലീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം രേഖാമൂലം വിശദീകരിക്കുന്നു. എന്നാൽ ഈ കാലയളവിൽ ഗുരുവായൂർ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ പ്രേമാനന്ദ കൃഷ്ണന് മുറി അനുവദിച്ചിരുന്നുവെന്ന് ദേവസ്വം രേഖാമൂലം മറുപടി നൽകുന്നു. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ തന്നെ പ്രമോഷൻ പട്ടികയിൽ ഉദ്യോഗസ്ഥന്റെ പേര് ഉൾപ്പെടുത്തിയതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഭരണകക്ഷി നേതാക്കളുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുവരെ അന്വേഷണം പൂർത്തിയാകാതെ പോകുമ്പോഴും അഴിമതിയുടെ കണക്ക് തീർക്കാതെ തന്നെ സ്ഥാനമേൽപ്പിക്കുന്നത് വിവാദമുണ്ടാക്കുമെന്നാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കുന്നത്. പട്ടികയിൽ 8ാമതായി ഉൾപ്പെട്ടിരിക്കുന്ന പ്രേമാനന്ദൻ CIമാരിൽ നിന്നുള്ള 63 പേർക്കായി തയ്യാറാക്കിയ ഹയർ പ്രൊമോഷൻ ലിസ്റ്റിന്റെ ഭാഗമാണ്. എന്നാൽ പ്രേമാനന്ദന്റെ ഭരണപക്ഷത്തോടുള്ള അടുപ്പവും ഉന്നത ഉദ്യോഗസ്ഥരുമായി നിലനിൽക്കുന്ന ബന്ധവും ഇയാളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ സ്വാധീനമുണ്ടാക്കിയെന്നതാണ് സഹപ്രവർത്തകരുടെയും നിരീക്ഷകരുടെയും അഭിപ്രായം. പല സർക്കാരുകളും മാറിയിട്ടും ഓരോ ഭരണപക്ഷത്തിന്റെ വിശ്വസ്തനായി മാറുന്നവനായി പ്രേമാനന്ദൻ നിലകൊള്ളുന്നതായിട്ടാണ് ആരോപണം. കീഴുദ്യോഗസ്ഥരെ അസഹ്യമായി പീഡിപ്പിക്കുന്നതിൽ നിന്നും അനാവശ്യമായി അവധി നിഷേധിക്കുന്നതിൽ തുടങ്ങി ഇൻക്രിമെന്റ് കട്ട് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നവരെയുള്ള ഇയാളുടെ ഹോബികൾ സഹപ്രവർത്തകർ വിമർശിക്കുന്നു. മുൻപ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഗൺമാനിൽ നിന്നും പ്രേമാനന്ദന് മർദ്ദനമേറ്റ സംഭവവും അമ്മയുടെ ചികിത്സയ്ക്കായുള്ള അവധിക്കായുള്ള അപേക്ഷ നിരസിച്ചതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസവും ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു. പട്ടികയിൽ ഇടം പിടിച്ചത് ഉച്ചസ്ഥാനങ്ങളുടെ ചൂണ്ടുനിർദ്ദേശത്തെ തുടർന്നാണെന്ന ആരോപണങ്ങൾക്കിടയിൽ ഈ സ്ഥാനക്കയറ്റം സാധാരണ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആത്മീയവും ഭൗതികമായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രേമാനന്ദ കൃഷ്ണന്റെ സ്ഥാനക്കയറ്റം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.